എന്നോട് നിന്നത് ഓൾറെഡി മറ്റേ എന്തോ കണ്ടിട്ടാണ് നിന്നത് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ഉദ്ദേശിച്ച് പറഞ്ഞിട്ട് അറിയാതെ വായിന്ന് വന്നതാണ്. അവളെന്ന് പറഞ്ഞു തന്നത് അനു ഇതൊക്കെ വിട്ടേക്ക്, ഇതൊക്കെ സംഭവങ്ങൾ നീ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അല്ല ഞങ്ങളെ രോഗമല്ല. ആൾക്കാർ മാത്രമല്ല ഇവളുടെ ഉമ്മയും ഇവള് കാണിച്ച കൗൺസിലറും പറഞ്ഞു അടിവരയിട്ട് ഒരാളെ കുത്തേണ്ട ആവശ്യമില്ല. ഞാൻ ചിലപ്പോൾ തമാശയൊക്കെ ചെയ്യുന്നതായിരിക്കും അവൾ എന്തെങ്കിലും എൻ്റെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ആക്കാം. പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ മാറ്റം ഇതാക്കുന്നില്ല. പക്ഷേ അവൾ ആസ് എ ഫ്രണ്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. എവിക്റ്റായി ഇറങ്ങിയതിന് ശേഷം കസേരയിൽ ചെന്നിരുന്ന് കാല് നീട്ടുന്നതിന് മുമ്പേ തന്നെ ആദില ഒരു ന്യായീകരണമായിട്ട് വരുന്നുണ്ട്, വെളുപ്പീര് ന്യായീകരണമായിട്ട്. സാധാരണ ഒരു മനുഷ്യൻ ഇറങ്ങി ഇപ്പം ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്ത് നുള്ളിൽ നിന്ന് എവിക്റ്റായി ഇറങ്ങിയതിന് ശേഷം ഒരു ഇത് ഒന്ന് തൊട്ടുള്ള എപ്പിസോഡെല്ലാം കണ്ട് എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത്, ആരൊക്കെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് ഉള്ളതെന്നെല്ലാം നല്ല വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷമേ അവർ ഈ സോഷ്യൽ മീഡിയയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിൻ്റെ മുമ്പിലോ വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകാൻ ശ്രമിക്കത്തുള്ളൂ, അവർ സംസാരിക്കത്തുള്ളൂ അല്ലേ. പക്ഷെ ഇവിടെ ഇതൊന്നും കാണാതെ ഇതൊന്നും ചെയ്യാതെ ഇറങ്ങിയ ഉടനെ തന്നെ നൂറയ്ക്കുള്ള വോട്ട് പിടിയിലുമായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 18 മിനിറ്റോളം ഉള്ളൊരു ന്യായീകരണമായിട്ട് വന്നു. അപ്പം ഇതൊക്കെ വളരെ തുച്ഛമായിട്ടുള്ളൊരു സമയം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം പുള്ളിക്കാരി ചെയ്ത തെറ്റ് അതെന്താണെന്നൊന്നും മനസ്സിലാക്കാൻ പോലും ഉള്ളൊരു ടൈം കൊടുക്കാതെയാണ് ഇവിടെ വന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും വേറൊന്നുമല്ല, അനുവുമായിട്ടുള്ള വിഷയമാണ് ആ ഒരു 18 മിനിറ്റിനകത്ത് പുള്ളിക്കാരി ന്യായീകരിച്ച് തീർക്കുന്നത്. പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് ഇതൊരു ഗെയിം ഷോയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതിനകത്തൊരു 40 വട്ടം പറയുന്നുണ്ട് ഇതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ്, ഇതൊരു ഗെയിമായിട്ട് തന്നെ നിങ്ങൾ കാണുക ജനങ്ങളടുത്താണ് പറയുന്നത്. അപ്പം ഇത് ഗെയിമായിട്ട് കാണുന്ന ഒരാളായിരുന്നെങ്കിൽ അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് പോലും അങ്ങനെ ഒരു ബോംബ് ഇട്ടിട്ട് ഇറങ്ങുമായിരുന്നു. ഇതൊരു ഗെയിമായിരുന്നു, ഇതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടിയില്ലേ അവിടെ നിന്ന് ഇറങ്ങും. നേരെ മറിച്ച് എന്താണ് ചെയ്തത്, അനുവിൻ്റെ അടുത്തൊക്കെ ഒരു സാധാരണ ഒരു വ്യക്തിയെ എടുത്ത് കൈ കൊടുക്കുന്ന പോലെ കൈ കൊടുത്തിട്ടാണ് ഇറങ്ങിയത്. എന്നാൽ ഒരു ഓൾ ദ ബെസ്റ്റോ കാര്യങ്ങളോ ഒന്നും പറയാതെയാണ് പുള്ളിക്കാരി ഇറങ്ങിയിട്ടുള്ളത്. നൂറയ്ക്ക് മാത്രമുള്ള ഒരു സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഇറങ്ങിയത് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു ഫ്രണ്ടാണ് എന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതുപോലെ ഒരു ഫ്രണ്ടിനെ ഒരു കൂട്ടുകാരെ ആരും കൊണ്ട് നടക്കല്ലേ. കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ അവസ്ഥയുണ്ടല്ലോ. ഇതിനിപ്പം ഇവർ ബിഗ് ബോസ് വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാണെങ്കിലും ഇവർ ഫ്രണ്ട്ഷിപ്പായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് തന്നെയായിരിക്കും ഇവരുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നതും. മേലോട്ട് പോകുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഈ അനു ആയിക്കോട്ടെ ഇവരെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ താഴോട്ടേ പോകും. പുള്ളിക്കാരിയുടെ ഉള്ള ലൈഫ് ഫ്യൂച്ചറും കൂടെ നശിക്കും. അപ്പോൾ എന്തായാലും ഇവിടെ ആദില മെഴുകുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, വെളുപ്പിക്കാൻ നോക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അത് കേട്ടു നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം, വീഡിയോ ഹൈപ്പ് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇവർ വന്നിട്ട് ഇവരെ വിഷമങ്ങളും കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇവള് കൽപ്പിച്ചുകൂട്ടിയിട്ട് എന്തിനെങ്കിലും ഉപദ്രവിക്കുന്നത് അങ്ങനത്തെ ഒരു സംഗതി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ അനുമോക്ക് എനിക്ക് തോന്നുന്നതാണ് മൊത്തത്തിലൊരിത് ഞാൻ കണ്ടത് വെച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിയതിന് ശേഷമാണ് നമുക്കൊരു കറക്റ്റ് പിക്ചർ എന്താണെന്ന് അറിയത്തുള്ളൂ. അത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് കാണിക്കുന്നതാണോ അല്ലയോ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ എന്താ പറയുക സാധനങ്ങളിലൊന്നും ഞാൻ കള്ളത്തരം ആഡ് ചെയ്തിട്ടും കാര്യങ്ങളൊന്നുമില്ല. ദേഷ്യം വന്നപ്പോൾ അവിടെ നിന്നും പറയും അത് കള്ളത്തരമാണ്, ഞാൻ അപ്പം തന്നെ മാറ്റി പറയും. കാരണം എനിക്ക് വേറെ ഒരാളെ കുത്തേണ്ട ആവശ്യമില്ല. ഞാൻ ചിലപ്പോൾ തമാശയൊക്കെ ചെയ്യുന്നതായിരിക്കും അവൾ എന്തെങ്കിലും എൻ്റെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ആക്കാം. പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ മാറ്റം ഇതാക്കുന്നില്ല. പക്ഷേ അവൾ ആസ് എ ഫ്രണ്ട് എന്നോട് പറഞ്ഞതാണ് ഈ സംഭവങ്ങളൊക്കെ, ഞാനിവിടെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാവരും വന്ന് വിഷമവും പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായി. കാരണം ഒന്നാമതേ നമ്മളവിടെ 7 പേരുള്ളൂർന്നു. 7 പേരുള്ളപ്പോൾ തന്നെ ഡ്രൈ ആയിരുന്നു മൊത്തത്തിൽ. നിങ്ങൾ ലൈവ് കാണുന്ന അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സ്നേഹം. ഒരു എൻ്റെ ചങ്കാണ്, എൻ്റെ കരളാണ് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കഴിയുന്ന ആൾക്കാരുടെ സ്നേഹം ഇത്രയൊക്കെ ഉള്ളൂ. വെറും 10-20 ദിവസം കൂടെ നിന്ന ആൾക്കാർ പുറത്തു പോയതിന് ശേഷം വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരാളെ വിലയിരുത്തുന്നതിൻ്റെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെയൊക്കെ സ്നേഹം. ഇത്രയും ദിവസം കൂടെ നിന്ന് ഒരാളെ വിശ്വസിക്കാതെ പുറത്തു പോയിട്ട് വരുന്ന ആൾക്കാർ പറയുന്നത്, ഒരു 20 ദിവസം കൂടെ പോലും ഇരുന്ന് സംസാരിക്കാത്ത ആൾക്കാർ വെളിയിൽ പോയതിന് ശേഷം വന്നതിന് ശേഷം അത് കേട്ട് വിശ്വസിക്കാനും മാത്രം. അതിൽ ഈ പറയുന്നത് കേട്ട് ഇത് ജനങ്ങൾ വിശ്വസിക്കാൻ, ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരുന്ന 24/7 കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾ മണ്ടന്മാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങളെ സ്നേഹം. ഒരു 100 ദിവസം കൂടെ നിന്ന് ഒരു കൂട്ടുകാരി പറയുന്നതാണോ അതോ 10-20 ദിവസം കൂടെ പോലും ഇരുന്ന് സംസാരിക്കാത്ത ആൾക്കാർ പറയുന്നതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഈ നൂറെ ഈ പറഞ്ഞിട്ടുള്ള ആദിലയുടെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പം പുള്ളിക്കാരി പറഞ്ഞല്ലോ, പുറത്തുനിന്ന് പോയിട്ടുള്ള ആൾക്കാർ വന്ന് സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ച് പോയിരുന്നു. അപ്പം പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ട് നൂറായെ പറ്റിയിട്ട് മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നൂറായെ നിങ്ങൾ ഒഴിവാക്കുമോ? ഒരു ചോദ്യമാണ്, ഒഴിവാക്കുമോ? അവിടാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. പിന്നെ അത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് പറയുന്നുണ്ട്. ഏത് കാര്യമാണ് സത്യമായത്? ഇന്നലെ ഇതെല്ലാം പൊളിഞ്ഞല്ലോ, ഇന്നലെ ഇതെല്ലാം പൊളിച്ചല്ലോ. ബിഗ് ബോസ് പൊളിച്ച് കാണിച്ചു തന്നു ജനങ്ങളുടെ മുമ്പിൽ. ഇത് സത്യം എന്തെന്ന് കാണിച്ചു തന്നു. അനു വരെ കാണിച്ചു തന്നു. അനു എണ്ണി കാണിച്ചു തന്നു. എഴുതി കൊടുത്ത നിങ്ങൾ അവിടെ നിന്ന് പോകാൻ നേരത്ത് കാണിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു ബോംബുണ്ടല്ലോ, ബോംബ്, ആ ഒരു അനുവിനെ തകർക്കാൻ വേണ്ടിയിട്ട് ആ കൊച്ചു അവിടെ കിടന്ന് എന്തോ ഒരു കരഞ്ഞെന്നറിയോ? അതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കുകയല്ല അല്ലേ? അത് എത്രത്തോളം മാനസികമായിട്ട് അവിടെ തകർന്നതും മാനസികമായിട്ട് സങ്കടപ്പെട്ടതിനെ പറ്റിയിട്ടും നിങ്ങൾക്കൊന്നും സംസാരിക്കുകയല്ല. നിങ്ങൾ നിങ്ങളെ ഭാഗം മാത്രം ന്യായീകരിച്ച് മെഴുകുവാണ്. നിങ്ങളാണ് ശരി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. ആ പേപ്പർ നൂറ അവിടെ കൊണ്ട് കളയുന്നത് വരെ കാണിച്ചു തന്നു ബിഗ് ബോസ്, ചുരുട്ടിക്കൂട്ടി ആരും കാണാതെ. അനു ഇത് ചോദിക്കുമെന്ന് ആയ സമയത്ത്, ഇതിൻ്റെ സത്യം വെളിയിൽ വരുമെന്ന് അറിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ വെച്ച് പറഞ്ഞിട്ട് പോകായിരുന്നു, ഇതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞൊരു നാടകമായിരുന്നു, ഞാൻ പറഞ്ഞൊരു കള്ളമായിരുന്നു എന്ന് അവിടെ വെച്ച് ക്ലോസ് ചെയ്തിട്ട് പോരായിരുന്നു. പക്ഷെ അതുപോലെ നിങ്ങൾ ചെയ്യാതെ അക്ബറിൻ്റെ ചെവിയിൽ നിങ്ങൾ ആ ഒരു വിഷവിത്ത് വിതറിയിട്ടാണ് നിങ്ങൾ വന്ന് വെളിയിലിരുന്നിട്ട് നിങ്ങൾ കൈകൊട്ടി, അത് കണ്ട് കൈകൊട്ടി ആസ്വദിച്ചു അല്ലേ? കൊള്ളാം, നല്ല അടിപൊളി, സൂപ്പർ. ഇങ്ങനെ ഒരു ഫ്രണ്ട്, ഇങ്ങനെ ഒരു കൂട്ടുകാരെയൊന്നും ആർക്കും കിട്ടല്ല കേട്ടോ. കിട്ടിക്കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. വന്നപ്പോൾ ഞാനിത് ഓരോന്ന് കേൾക്കുമ്പോൾ അപ്പോൾ ഞാൻ പഠിച്ചോനെ ഇവള് അപ്പോൾ ഇത് കൽപ്പിച്ചൂട്ടി ചെയ്യാണോ, അതോ ഇങ്ങനെ എന്തിനാ ചെയ്യുന്നത്, എന്തിനാ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നേ എന്നുള്ളൊരു സംഗതി എനിക്ക് ഭയങ്കര എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവളപ്പോൾ എന്നോട് നിന്നത് ഓൾറെഡി മറ്റേ എന്തോ കണ്ടിട്ടാണ് നിന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ഉദ്ദേശിച്ച് പറഞ്ഞിട്ട് അറിയാതെ വായിന്ന് വന്നതാണോ, അവളെന്ന് പറഞ്ഞ് അതങ്ങനെ അല്ലായിരുന്നു എന്ന്. പക്ഷേ ഇനിയിപ്പോൾ അതാണോ ഇവർക്ക് വന്ന അനുഭവങ്ങളായിരിക്കും അപ്പോൾ എനിക്കും വരിക. അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതിയിൽ എനിക്ക് ഓവർ തിങ്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അവരുടെ അവസ്ഥയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആരും ഹേറ്റഡ് അർഹിക്കുന്നില്ല. എല്ലാ ആൾക്കാരിലും അതായത് നെഗുണ്ട് പോസിറ്റീവും ഉണ്ട്. നമ്മൾ എടുക്കുമ്പോൾ ആൾക്കാരുടെ പോസിറ്റീവ് സൈഡ് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ആശയപരമായിട്ട് ഒത്തുപോകാത്ത ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും ഭാഗ്യം ചെയ്തിട്ടുള്ള ആൾക്കാർ, ഈ ഒരു ബിഗ് ബോസ് സീസണിനകത്ത് ഏറ്റവും ഭാഗ്യം ചെയ്തിട്ടുള്ള കണ്ടസ്റ്റൻസുകൾ ഈ രണ്ട് വ്യക്തികളാണ് അല്ലേ? ആദിലെ നൂറയാണ്. ഇവർ പറയുന്നത് പുറത്തുനിന്നുള്ള ആൾക്കാരുമായിട്ടുള്ള ഇടപഴകലില്ല, പ്രഷർ കുക്കറിനകത്ത് ഇരിക്കുന്ന പോലത്തുള്ള അവസ്ഥയാണെന്നൊക്കെ ഇവർ പറയുന്നല്ലോ. ഇവർ പുറത്തും ഇവരെങ്ങനെയാണ്? ഇവർ രണ്ടുപേരും ഒരുമിച്ചല്ലേ ജീവിച്ചത്? അതുപോലാണല്ലോ ഈ ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്തും ഇവർ ഒരുമിച്ച് നിന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ടെൻഷനും ഇല്ലാത്ത, ഒരു പ്രഷറും ഇല്ലാത്ത വ്യക്തികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബിഗ് ബോസ് സീസൺ 7 ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു ഇതും ഇല്ലാതെ പറയാം ഈ രണ്ട് വ്യക്തികളാണ്. ഇവർ പുറത്തും ഇവർ ഒരുമിച്ചല്ലേ, ഫ്ലാറ്റിനകത്ത് ഇവർ ഒറ്റയ്ക്കല്ലേ ഇവർ കഴിഞ്ഞിരുന്നത്, ഇവർ രണ്ടുപേരും ജോലി നോക്കി ഒറ്റയ്ക്കല്ലേ ജീവിച്ചിരുന്നത്. അവരെ ലൈഫിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള നാട്ടുകാരോ വീട്ടുകാരോ ഇടപെടാൻ വരുന്നുണ്ടായിരുന്നോ? ഇല്ല. നാടും ഈ പറഞ്ഞിട്ടുള്ള വീട്ടുകാരെയൊന്നും വേണ്ടാതെ ഇവർ ഒറ്റയ്ക്കാണ് ജീവിച്ചത്. അതുപോലാണ് ഇതിൻ്റെ അകത്തും ജീവിച്ചത്. അങ്ങനെയുള്ള ഇവർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഇത്രയും പ്രഷർ, ഇത്രയും ടെൻഷൻ, ഇത്രയും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്നും കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. നിങ്ങൾക്ക് മാത്രമാണ് അവിടെ ഇത്രയും ഒരു ടെൻഷനും ഇല്ലാതെ നിന്നിട്ടുള്ള രണ്ട് വ്യക്തികൾ. മറ്റുള്ള ആൾക്കാർ അതുപോലല്ല. പിന്നെ അനു ആദിലയും തമ്മിലുള്ളൊരു വിഷയത്തിനകത്ത് അനു അവിടെ ഒരിടത്തും പറഞ്ഞിട്ടില്ല അനുവിൻ്റെ സപ്പോർട്ട് കണ്ടിട്ടാണ് കൂടെ നിൽക്കുന്നതെന്ന് അനു എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങളത് വളച്ചൊടിച്ച് നിങ്ങൾ തന്നെയാണ് ആക്കി തീർത്തത്. അവിടെ ഒരിടത്തും ആ ഒരു വഴക്കിൻ്റെ ഇടയിൽ ലൈവിലോ എപ്പിസോഡിലോ ഈ ഒരു സംഭവം വന്നിട്ടേ ഇല്ല, കണ്ടതുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ലൈവിനകത്ത് കാണിച്ചേനെ അല്ലേ? പിന്നെ ഇവിടെ ആരും ഏറ്റിട്ട് അറിയിക്കുന്നില്ല. പിന്നെ ഇതൊരു ബിഗ് ബോസ് ഷോ ആണ്. അവിടെ കയറി പോകുന്ന ആൾക്കാരൊക്കെ ഇത് നല്ലോണം ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കയറി പോകുന്നത്. ഇത് പോസിറ്റീവായിട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് ഇറങ്ങി വരും. നമ്മളവിടെ ചെയ്യുന്ന പ്രവൃത്തികളെ ഫലം നമ്മൾ അനുഭവിക്കും വെളിയിൽ വന്നാൽ എന്ന നല്ല ചിന്തയോടുകൂടി മാത്രമാണ് അകത്തോട്ട് ഓരോ ആൾക്കാരും കയറിപ്പോകുന്നു. ഇതൊന്നും മനസ്സിലാക്കാതെ ആരും എന്തായാലും ബിഗ് ബോസിൽ പോകത്തില്ലല്ലോ. ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ബിഗ് ബോസ് കാണാത്തതായിട്ടുള്ള ആരും തന്നെ, ബിഗ് ബോസിനെ പറ്റിയിട്ട് അറിയാത്തതായിട്ടുള്ള ആരും തന്നെ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഇതിനകത്ത് പോകുന്ന ആൾക്കാർക്കെല്ലാം അവരുടേതായിട്ടുള്ള ഗെയിമുണ്ട്, സ്ട്രാറ്റജി ഉണ്ട്. അപ്പം ആരും ഹേറ്റഡ് അറിയിക്കുന്നില്ല. പക്ഷേ അവരവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ, അവരവർ ചെയ്യുന്ന ഈ കർമ്മ ഫലം അവരവർ തന്നെ അനുഭവിക്കും. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പം പറഞ്ഞല്ലോ അനുമോൾ അങ്ങനെ പറഞ്ഞെന്ന്, നിങ്ങൾ അനുമോളെ സപ്പോർട്ട് കണ്ടിട്ടാണ് നിങ്ങൾ കൂടെ നിന്നതെന്ന്. അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പക്ഷേ ചെയ്തത്, നിങ്ങളെ മനസ്സിനകത്ത് അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് മാത്രമാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ സ്നേഹവും കൂടെ നിങ്ങളെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്
ഒരു ഫിനാലെ വീക്ക് വരെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അനുവിനെയും ഈ പറഞ്ഞ ഷാനവാസിനെയും നിങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ഷാനവാസും അനുവും മാത്രമാണ് അത്യാവശ്യം പ്രേക്ഷക പിന്തുണ ഉള്ള ആൾക്കാർ, ഓഡിയൻസ് ഉള്ള ആൾക്കാർ. മറ്റുള്ള ആൾക്കാർ ഈ പറഞ്ഞ അനീഷൊക്കെ കോമണറാണ്. അപ്പോൾ നേരെ മറിച്ച് അനീഷിനും നല്ല സപ്പോർട്ട് ഉണ്ടായെങ്കിൽ അന്നേ അനീഷിനെയും കൂടെ കൂട്ടിയേനെ, അത് വേറെ കാര്യം. അപ്പം അറിയുന്നില്ലല്ലോ, അനീഷ് ഒരു കോമണറാണ്. അനീഷ് ഇപ്പം ഈ ഷാനവാസും അനുവാണ് അത്യാവശ്യം നല്ല രീതിയിൽ പിന്തുണ, ഓഡിയൻസ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും നല്ലപോലെ അറിഞ്ഞിട്ട് തന്നെയാണ് ഇവർ രണ്ടിൻ്റെയും ഒരു മൂടും താങ്ങി ഇത്രയും ദിവസം നിന്നിട്ടുള്ളത്. അല്ലാതെ അതിൽ നിന്ന് വേറെ ഒന്നുമില്ല. അത് ചിന്തിക്കേണ്ട കാര്യം കോമൺ സെൻസ് മതി അത് ചിന്തിച്ചെടുക്കാൻ. ഇത്രയും ദിവസം അവർ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയും അതുപോലെ അനുവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയും വോട്ട് കൊണ്ട് മാത്രമാണ്. കാരണം ഈ ഒരു പ്രൊമോ, ഈ അതിലെ എവിക്റ്റായ അന്നത്തെ ഏഷ്യനെറ്റ് ഇട്ട ആ ഒരു വീഡിയോസിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു. ഞാൻ അനുവിന് വോട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഞാൻ നിനക്ക് വോട്ട് ചെയ്തായിരുന്നു. അതുപോലെ ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും പറഞ്ഞിട്ട് എനിക്ക് ഷാനവാസിനെയാണ് ഇഷ്ടം, പക്ഷേ ഞാൻ നിങ്ങൾക്കും കൂടെ ഷാനവാസിൻ്റെ ഇഷ്ടം വെച്ചിട്ട് നിങ്ങൾക്കും കൂടെ വോട്ട് തന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഇവരെ രണ്ടുപേരെ ആൾക്കാരാണ് നിങ്ങളെ ഇത്രയും ദിവസം നിലനിർത്തിയത് തന്നെ, അല്ലാതെ നിങ്ങളൊരു കഴിവും കൊണ്ടല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആ ഒരു ബിഗ് ബോസിൻ്റെ അകത്ത് നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഒരു കഴിവുമില്ലാതെയാണ് നിങ്ങൾ അത്രയും ദിവസം നിന്നിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത്? ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരും പറഞ്ഞിട്ട് ആ കൊച്ചിനെ മാനസികമായിട്ട് ഈ ഒരു ഷോയുടെ വരെ അവസാനം വരെ എത്തിയിട്ട് പോലും നിങ്ങൾ ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു വൈരാഗ്യ ഒരു ബുദ്ധി ഉണ്ടല്ലോ, എന്നിട്ട് പോലും നിങ്ങളത് കളയുന്നില്ല. അതാണ് സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ ഒരു മനസ്സിൻ്റെ ഒരു വിഷമെന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ. കാരണം ഈ ഒരു ഷോ കൊണ്ട് ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരെ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ, കാണാൻ ഇവരെയൊക്കെ മനസ്സിലുള്ള തനി നിറം പുറത്ത് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഇങ്ങനെയൊന്നുമില്ല. ഞാനൊക്കെ ഒരുപാട് അന്നത്തെ വിഷയത്തിലൊക്കെ ലക്ഷ്മിയുമായിട്ടുള്ള വിഷയത്തിലൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വിഷയത്തിൽ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആളാണ് ഇവരെ ഈ ഇതൊക്കെ വെച്ചിട്ട്. പക്ഷേ പിന്നെ തോന്നി എനിക്ക് തലയിൽ കൂടെ വണ്ടി മറ്റേ ബസ് ഓടിയായിരുന്നെന്നാണ് എനിക്ക് തോന്നിയത്. സപ്പോർട്ട് ചെയ്യേണ്ടെന്ന് ഒരു കാര്യമില്ലായിരുന്നു. ഇവരെയൊക്കെ സ്വഭാവം ഞാൻ വിചാരിച്ചത് ആകുമ്പോഴത്തേക്ക് ഒരു ആ ഒരു വൈരാഗ്യത്തോടെയുള്ള ഒരു ഇതൊക്കെ കളഞ്ഞ് ക്ലിയർ ആക്കി അതൊക്കെ സോൾവ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവരെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ മാത്രം മതി. വേറെ ഒന്നുമല്ല ഇവരുടെ ലക്ഷ്യം, പൈസ. അതെങ്ങനെയെങ്കിലും ആരെങ്കിലും അടിച്ചു താത്തിട്ടാണെങ്കിലും ആരെങ്കിലും അതിനകത്ത് തീക്കുണ്ടത്തിനകത്ത് ഇട്ട് കൊടുത്തിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കുക, അത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. പിന്നെ എനിക്ക് മനസ്സിലായി. ബാക്കിയോടെ കേട്ടോ. നമ്മൾ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലല്ല, പുറത്ത്. കാരണം ഉള്ളിൽ നമ്മൾ ഇത്ര പേരെ തോട്ട്സ് മാത്രമേ ഉള്ളൂ, അതും ക്ലോസ്ഡ് ആണ്. പല കാര്യങ്ങളുണ്ട്, വേറൊരു ഇതില്ല. നമ്മൾ ഈ സമ്പർക്കം ഇല്ലാതെ നിൽക്കുന്ന ഒരു ടൈമാണല്ലോ. അപ്പം അതിൻ്റെയൊക്കെ കുറേ ആയിട്ടുള്ള ബാഡ് എഫക്ട്സും കാര്യങ്ങളുണ്ട്. പിന്നെ അതൊരു ഗെയിം റിയാലിറ്റി ഷോ ആണ്. അത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ പറയുക, എല്ലാവർക്കും കപ്പ് എടുക്കണം, എല്ലാവർക്കും മുന്നിലെത്തണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടാവും. പല സ്ട്രാറ്റജീസ് ആയിരിക്കും ആൾക്കാർ യൂസ് ചെയ്യുക. ചിലപ്പോൾ ആൾക്കാരുടെ ഉള്ളിലുള്ള സാധനങ്ങൾ റിഫ്ലക്ട് ചെയ്യലുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. ബട്ട് സ്റ്റിൽ അതൊരു ഗെയിം ഷോ ആണ്. ഗെയിം ഷോ ആയിട്ട് തന്നെ എടുക്കണം എല്ലാവരും. അല്ലാതെ അത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ആളാണ്, അങ്ങനെ ചെയ്യുന്ന ആളാണ്, അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെ ഉള്ളിൽ ഒരു ഗുഡും ബാഡും ഉണ്ട്. ഇവരെന്തുവാടേ പറയുന്നത്? ഒരു സമ്പർക്കവും ഇല്ലാതെ നിൽക്കുന്നതെന്ന്. നിങ്ങൾ രണ്ടുപേരായിട്ടല്ലേ അവിടെ നിൽക്കുന്നത്, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഒരു ബന്ധമില്ലാതെ അല്ലെങ്കിൽ ഒരു സമ്പർക്കവും ഇല്ലാതെ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുവാണെന്ന് നിങ്ങളെങ്ങനെ പറയും? നിങ്ങൾ രണ്ട് വ്യക്തികളായിട്ടല്ലേ നിങ്ങൾ പുറത്തും ജീവിച്ചത്, അതുപോലെ തന്നെയല്ലേ നിങ്ങൾ അകത്ത് നിന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ടെൻഷനും ഇത്രയും പ്രഷറും നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങൾക്ക് ഇതിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്നത്. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്നു. എന്തൊക്കെ ബിഗ് ബോസിൻ്റെ റൂൾസ് വരെ തെറ്റിച്ചാണ് നിങ്ങൾ അവിടെ നിന്നത്. ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്നു, എന്തൊക്കെയാണ് നിങ്ങൾ ഓരോ ആഴ്ചയിൽ എന്തൊക്കെ ആരെ പുറത്ത് വേണമെന്നെല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഗ്രൂപ്പായിട്ടാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനും നിങ്ങൾക്ക് ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 ഇത്രയും ദിവസമായിട്ട് നിങ്ങൾക്ക് ടൂറിന് പോയി കിടക്കുന്ന പോലെയാണ് നിങ്ങൾ അവിടെ നിന്നിട്ടുള്ളത് വേണമെങ്കിൽ പറയാം. ഒരു എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ഗെയിമാണ്. എല്ലാവരും ഒരു കപ്പിന് വേണ്ടിയിട്ടാണ് എല്ലാവരും അവിടെ ഇത്രയും സ്ട്രാറ്റജിയും ഗെയിമുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. പക്ഷേ അതിനൊരു മര്യാദയുണ്ട്. നിങ്ങൾ പക്ഷേ അങ്ങനെയാണോ കാണിച്ചു കൂട്ടി? നിങ്ങളേതായിട്ടുള്ള സ്ട്രാറ്റജി കാണിച്ചു, നിങ്ങളേതായിട്ടുള്ള ഗെയിം കാണിച്ചു, തെറ്റ് പറയുന്നില്ല. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാതിരിക്കുക. അതില്ല, നിങ്ങൾ എന്താണ് അവിടെ ചെയ്തത്? നിങ്ങൾ ചെയ്ത ഒരു കാര്യം, നിങ്ങൾ ചെയ്തത് ഈ അനുവിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഈ ഓരോ കാര്യങ്ങൾ അവിടെ ഇട്ടിട്ട് ലാസ്റ്റ് അപ്പുറം ചെന്നിട്ട് ഇവിടെ മാറിയിരുന്ന് കുറ്റം പറയുക, ഈ അനുവിനെ അത്രയും ഉപദ്രവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ഉപദ്രവിക്കുക. അല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുകയാണെങ്കിൽ നിങ്ങളെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തതിനെ നിങ്ങളെ അംഗീകരിച്ചേനെ. നിങ്ങൾ പക്ഷേ എന്താണ്, അനുവിൻ്റെ കൂടെ ചേർന്നിട്ട് പുള്ളിക്കാരിയുടെ സപ്പോർട്ട് മാത്രം കണ്ടിട്ട്
പുള്ളിക്കാരിയുടെ കൂടെ ഇരുന്ന് തന്നെ പുള്ളിക്കാരിയുടെ ചെവി കടിക്കുന്ന രീതിയല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ജനങ്ങളെ നിങ്ങൾ വെറുത്തുപോയത്, നിങ്ങളെ ജനങ്ങൾ വെറുത്തുപോയത്. അതാദ്യം മനസ്സിലാക്കുക. എന്തൊക്കെ സിറ്റുവേഷൻ വന്ന സമയത്ത് പോലും അനുവിൻ്റെ കൂടെ നിന്നിട്ട് കാല് വാരുന്നത് ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ജനങ്ങളെ നിങ്ങൾ മണ്ടരാക്കല്ല ഇങ്ങനെ. നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് വരെ അക്ബറിൻ്റെ ചെവിയിൽ കൊണ്ട് ഊതി കൊടുത്തിട്ട് ശൈത്യയുടെ മുമ്പിൽ പറയുന്നത് ഇതെല്ലാം നമ്മൾ ലൈവിനായിട്ട് കണ്ടതാണ്. എന്നിട്ട് പോലും നിങ്ങൾ ആ ഒരു മനസ്സിൽ നിങ്ങൾ തന്നെയാണ് പറയുന്നത് ഒരു ഗെയിമാണ്, എല്ലാവർക്കും അവരുടെ സ്ട്രാറ്റജി. ഇതൊക്കെയാണോ സ്ട്രാറ്റജി? അറ്റ്ലീസ്റ്റ് ഇറങ്ങുന്ന സമയത്തെങ്കിലും എന്നാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു അനുവിൻ്റെ അടുത്തുള്ളൊരു വൈരാഗ്യം കാണിക്കാതെ സന്തോഷമായിട്ട് കൈ കൊടുത്ത് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് ഇറങ്ങണമായിരുന്നു. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഇത് ഗെയിമാണ്, ഇതൊരു മണ്ണാങ്കട്ടയാണ്, മാങ്ങാത്തൊലിയാണ്, പോസിറ്റീവ് സൈഡ് മാത്രം എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പം ബാക്കിയുള്ളവരെ ലൈഫ് വെച്ച് കളിച്ചതൊന്നും, ബാക്കിയുള്ളവരെ അത്രയും ഈ മാനസികമായിട്ട് തകർത്തതൊന്നും അതൊന്നും ഗെയിമല്ലേ? അപ്പം അതിനൊന്നും നിങ്ങൾക്ക് പറയാനില്ലേ? ഇതുപോലെ ഇതൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് വെളിയിറങ്ങി വന്നെടുത്തിട്ട് മെഴുകുന്നുണ്ടല്ലോ, അതിലും വലിയ ബാക്കിയോടെ കേട്ടതാണ്. ആണെങ്കിലും ഇറങ്ങുമ്പോൾ പറഞ്ഞത് ഞാനൊരു സാധനം പറഞ്ഞു പൊട്ടിക്കണോ വേണ്ടിയോന്ന്, എനിക്ക് അവിടെ നിന്നുള്ളത് അവിടെ നിന്ന് പറഞ്ഞ് തീർക്കണമായിരുന്നു. അപ്പം ഇന്നത് അനു ഇതൊക്കെ വിട്ടേക്ക്, ഇതൊക്കെ സംഭവങ്ങൾ നീ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ പറഞ്ഞു തീർക്കാമെന്നുള്ളൊരു സംഗതിയാണ് ഞാൻ ഇതാക്കിയതല്ല. അപ്പോൾ അത് പൊട്ടിച്ചു അതൊന്നും ഇങ്ങനെ നോക്കണം, അതൊന്നുമല്ല. എനിക്ക് അവിടെ നിന്ന് പോകുമ്പോൾ അവിടത്തുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് പോകുന്നത് നല്ല ആഗ്രഹം ഉണ്ടാകും. പക്ഷേ ഈ സാധനം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് നിങ്ങളോട് പറയാൻ എനിക്കറിയാതെ അനു കാണും ഇറങ്ങിയിട്ടാണെങ്കിലും. അപ്പോൾ അവർക്ക് എന്നോട് ഓക്കെ ആവാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ ആവട്ടെ, ഓക്കെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പുറത്ത് നടക്കുന്ന ടോക്സിക് ടോക്സിക് ഫാൻസ് ആണ്. പഠിച്ചു വെച്ച കള്ളം വരെ മറന്നു, ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായിപ്പോയി. അവിടെ നിന്നുള്ളത് അവിടെ കളഞ്ഞിട്ട് തീർത്തിട്ടാണ് വന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അനുവിൻ്റെ അടുത്ത് പറഞ്ഞാണ് തീർക്കേണ്ടത്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അനുവിൻ്റെ അടുത്ത് നിന്ന് കെട്ടിപ്പിടിച്ച് കരയുമോ അല്ലെങ്കിൽ ഇവിടെ നടന്നതെല്ലാം ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയുമോ, ഇതൊക്കെ ഗെയിമായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടില്ല. നേരെ കുറച്ച് അക്ബറിൻ്റെ ചെവിയിൽ പോയി നൂറയുടെ ചെവിയിൽ പോയി ഓതി കൊടുക്കുന്ന മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവിടെ തീർത്തിട്ട് വന്നതെന്ന് പറയുന്ന നമ്മൾ ജനങ്ങൾ കണ്ടതാണ്. അവിടെ ഈ ടിഷ്യൂ പേപ്പർ എടുത്ത് അനു തെളിവ് കാണിക്കുന്നതും നൂറെ എടുത്ത് കൊണ്ടുപോയി അത് കളയുന്നതെല്ലാം കണ്ടയാണ്. നിങ്ങൾ വന്നതിന് ശേഷം കാണിച്ച നിങ്ങൾ അവിടെ ചെയ്തു വെച്ച പ്രവൃത്തിയാണ് ഇതൊക്കെ. ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്. അനു ഇറങ്ങിയതിന് ശേഷം ഇതൊക്കെ കണ്ടതിന് ശേഷം ഓക്കെ ആണെങ്കിൽ നമ്മൾ വീണ്ടും ഫ്രണ്ട്സായിട്ട് മുമ്പോട്ട് പോകുന്നു. ഒരു കാരണം വെച്ചാൽ നിങ്ങളെ പോലത്തുള്ള ആൾക്കാരെ ആ കൊച്ചിൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ ലൈഫ് കൂടെ പോകും. കാരണം ഇപ്പം ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഈ പറഞ്ഞിട്ടുള്ള ഇനാഗുറേഷനും കാര്യങ്ങളും ഇൻ്റർവ്യൂസും അതും പ്രോഗ്രാമുകളൊക്കെ ചിലപ്പോൾ ആ കൊച്ചിന് കിട്ടും. നിങ്ങളില്ലെങ്കിൽ, നിങ്ങൾ കൂടെ കൂടിക്കഴിഞ്ഞാണ്ടല്ലോ ആ കൊച്ചിൻ്റെ ഭാവി ഫ്യൂച്ചറും കൂടെയാണ് നശിക്കുന്നത്. ഇത് കാണുന്ന ഫാമിലി ഉണ്ടെങ്കിൽ, അതിൻ്റെ ഫാമിലി ഉണ്ടെങ്കിൽ ഒരു കാരണം വെച്ചാൽ ഇവർ രണ്ടുമായിട്ടുള്ളൊരു കൂട്ടുകെട്ട് അനുവുമായിട്ട് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഉണ്ടായിക്കഴിഞ്ഞാൽ തകർന്നെന്ന് വേണമെങ്കിൽ പറയാം. ഇവരെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കും, അല്ലാതെ ഇവർക്ക് ഫ്രണ്ട്ഷിപ്പും മണ്ണാങ്കട്ടയും മാങ്ങാത്തൊലിയും ഒന്നുമല്ല അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എങ്ങനെയെങ്കിലും ആരെ കൊന്നിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഇവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നമ്മൾ 24/7 ലൈവ് കണ്ട ആൾക്കാരെ പൊട്ടനാക്കുന്ന രീതിയിലാണ് വന്നിരുന്നിട്ട് ന്യായീകരിക്കുന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും ഈ പഴയ ഒരു ഇൻ്റർവ്യൂ, അപ്പം ആദില നൂറയുടെ പഴയ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അന്ന് ഫാമിലിയെ പറ്റി പറയുന്നത് എന്തിനു പറയണം? ഇവർ ഫാമിലിയെ പറ്റി വരെ എന്തോ ഒരു കഥകളാണ് അതിൻ്റെ അകത്ത്, ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. ഉമ്മായെ പറ്റിയിട്ടും ഉപ്പായെ പറ്റിയിട്ടും അല്ലേ, ഈ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം അത്രയും ചിന്തിച്ചാൽ മതി. ഇവർക്ക് ഫാമിലിയെ പോലും, ഈ പറഞ്ഞിട്ടുള്ള ഫാമിലിക്ക് പോലും വാല്യൂ കൊടുക്കാത്ത ഇവർ, ഫാമിലിയെ പോലും കുറ്റപ്പെടുത്തി ജനങ്ങളെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള ഇവർ, ഈ അനുവുമായിട്ടുള്ളൊരു സൗഹൃദം സത്യമാണെന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ കേൾക്കുന്ന ജനങ്ങൾ, അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കൂടെ? വിശ്വസിക്കുന്നവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മണ്ടന്മാരെന്ന് പറഞ്ഞാൽ മതി. പഴയ ഒരു ഇൻ്റർവ്യൂ കൂടെ ഞാൻ ഇവിടെ വയ്ക്കാം. അതിനകത്ത് ഫാമിലിയെ പറ്റിയിട്ട് താങ്ങുന്നൊരു താങ്ങുണ്ട്. അപ്പം അത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് നൂറെ കണ്ടാൽ മതി. അന്ന് എന്തൊരു നല്ലൊരു കുട്ടിയായിരുന്നു, വസ്ത്രധാരണത്തിലായാലും സംസാരത്തിലായാലും. ഇന്നത്തെ നൂറയും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ആതിരയുടെ കൂടെ കൂടിയിട്ടുള്ള നൂറയെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. എന്തൊരു ഡിഫറൻസ് ആണെന്ന് നോക്കിയെന്നെ പുള്ളിക്കാരിയുടെ ലൈഫിനകത്ത് വന്നത്. അന്ന് നല്ല രീതിയിൽ വസ്ത്രധാരണവും എല്ലാം കൊണ്ടും നല്ലൊരു കൊച്ചായിട്ടാണ് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. പക്ഷേ ഇന്ന് നൂറയുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. രോഗമാണെന്നുള്ളത് ഇവൻ ഫാമിലി പറഞ്ഞിട്ടുണ്ട്.
മനസ്സിലെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരു രോഗമല്ല. എന്താ പറയുക, അത് അവർക്ക് മനസ്സിലാവാത്തതിൻ്റെ അവരൊരു രോഗമാണത് ശരിക്കും പറഞ്ഞാൽ, അല്ലാണ്ട് ഞങ്ങളെ രോഗമല്ല. ആൾക്കാർ മാത്രമല്ല, ഇവളുടെ ഉമ്മയും ഇവള് കാണിച്ച കൗൺസിലറും പറഞ്ഞു, അടിവരയിട്ട് പറഞ്ഞു, ഈ റിലേഷൻഷിപ്പ് 3 വർഷം പോകുള്ളൂ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വന്ന് നിങ്ങളെ വേറെ കെട്ടിക്കാം, അങ്ങനത്തെ ഒരു രീതിക്ക് സംസാരിച്ചുള്ള ഓരോ ആൾക്കാർക്ക്. സ്വന്തം ഫാമിലിയെ പോലും ജനങ്ങൾക്ക് മുമ്പിൽ തിന്നാൻ ഇട്ട് കൊടുക്കുന്ന ഇവരെയൊക്കെ എങ്ങനെ വിശ്വസിക്കാനാണ് അല്ലേ? ഒരു കണക്കിന് ലക്ഷ്മി പറഞ്ഞിട്ടുള്ള ഇന്നിപ്പോൾ ഒരുപാട് ഞാൻ കമൻറ്റുകൾ കാണുന്നുണ്ട്, അന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുള്ളത് എത്രയോ സത്യമായിരുന്നു, ലക്ഷ്മിയുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഒരുപാട് കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട്. അന്ന് ഇവരെയൊക്കെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തതാണ്. ഈ ഒരു കാര്യത്തിൽ ലക്ഷ്മിയെ കുറ്റപ്പെടുത്തിയിട്ട് വലിച്ചീറി ഒട്ടിച്ചിട്ട് എല്ലാവരും ആദില നൂറയൊക്കെ സപ്പോർട്ട് ചെയ്തതാണ് അല്ലേ? ഞാൻ ഉൾപ്പെടെ എനിക്കൊന്ന് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു വിഷയത്തിൽ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ട് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. സീ യു.